കണ്ട ഉയരത്തിലുള്ള അലമാരി എന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ എടുത്തു വെച്ചു. മുകളിലത്തെ ഒന്നും എടുത്തു വെച്ചില്ല. ആ ഉയരം, ഞാൻ ആ സ്വപ്നം കണ്ട ഉയരത്തിലെ എല്ലാ സാധനങ്ങളും, എന്താ പറയുക, കർട്ടനൊക്കെ ഇങ്ങനെ മടക്കി മടക്കി കയറ്റി വെച്ചു. എല്ലാം അവസാനം ഓടുമ്പോൾ ചവിട്ടി എടുത്തു വെച്ചു, ചെരുപ്പുകൾ എടുത്തു വെച്ചു. എനിക്കറിയില്ല, പുഴ എന്നോട് പറഞ്ഞു കയറും. എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ കരഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണത്. അപ്പം പുഴ കയറി ചളിയായ ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ അത്രയും സ്നേഹിക്കുന്ന ഒരു വീടല്ലേ, നമുക്ക് ഇട്ടിട്ട് എവിടേക്കോ എറിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി, അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മുങ്ങിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന മണപ്പുറത്തിൻ്റെ സൈഡിലായതുകൊണ്ട് അവിടെ ഇടിഞ്ഞിട്ട് അങ്ങോട്ട് വീണ് പോയിട്ടുണ്ടാവും വീട് എന്നൊക്കെയാണ് മനസ്സിലിങ്ങനെ തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ കുറച്ചൊന്ന് അടങ്ങി ഇങ്ങോട്ട് ഞങ്ങൾക്ക് വരാൻ ഉള്ള സമയത്ത് ഞാൻ ഇവരുടെ കൂടെ കാറിൽ വന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ അളവിൽ അവിടെ മാത്രം സാധനം, എൻ്റെ മുകളിലത്തെ സാരി ഡ്രസ്സുകളൊന്നും നനഞ്ഞിട്ടില്ല ഒന്നും. അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാര്യം. അപ്പോഴാണ് ആ പുഴേനെ ഞാൻ ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്തയുടെ മനസ്സിലെ ഇൻഡ്യൂഷൻ തോന്നിയത് അതുപോലെ തന്നെ, ഇത്ര ഉയരത്തിലാണ് ആ ഉയരത്തിൽ തന്നെ. ചിലപ്പോ ദൈവം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന പറയല്ല, അപ്പൊ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും.